അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം സമർപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമ ബംഗാളിൽ പുതിയ പുരി ക്ഷേത്രം സമർപ്പിച്ചത് മുഖ്യമന്ത്രി മമതാ ബാനർജി. പുരിയെ അപ്പാടെ പകർത്തി നിർമ്മിച്ച ക്ഷേത്രത്തിനെതിരെ ഒഡീഷയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അതല്ല ഇപ്പോഴത്തെ വിവാദം. ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് അഥവാ ക്ഷേത്രാധിഷ്ഠിത രാഷ്ട്രീയത്തിന് മമതാ ബാനർജി നൽകുന്ന മറുപടിയാണ് ശ്രദ്ധ നേടുന്നത്. രാജ്യത്ത് സന്യാസിനിമാരല്ലാത്ത ഒരു വനിത ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമാകുന്നത് തന്നെ ആദ്യമാണ്. സത്യം പറയട്ടെ, ഇന്ന് പരിശോധിക്കുന്നു പുരി ക്ഷേത്രം നിർമ്മിച്ച് മമതാ ബാനർജി നൽകുന്ന സന്ദേശം എന്ത്. ചെലവ് 250 കോടി രൂപ. നിർമ്മാണം തുടങ്ങിയത് 2022. നിർമ്മിച്ചത് പശ്ചിമ ബംഗാളിലെ ദിഘയിൽ. മാതൃകയാക്കിയത് 12ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രം. രാശിയും സമയവും നോക്കി അക്ഷയ തൃതീയ ദിനത്തിൽ ക്ഷേത്രം തുറന്നത് മുഖ്യമന്ത്രി മമതാ ബാനർജി. കലശാഭിഷേകത്തിനും ആഹൂതികൾക്കും നേതൃത്വം നൽകിയതും മുഖ്യമന്ത്രി മമത തന്നെ. അയോധ്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ നടന്നോ അതുപോലെ പുരിയിൽ മമതാ ബാനർജിയും നടന്നു. മേദിനിപുരിയിലെ ദിഘയിൽ 24 ഏക്കർ സ്ഥലമാണ് ക്ഷേത്രത്തിനായി വിട്ടു നൽകിയത്. കലിംഗ ശില്പ പാരമ്പര്യത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചത്. 213 അടിയാണ് പ്രധാന താഴികക്കുടത്തിന്റെ ഉയരം. അതും പുരിയിലെ ഉയരത്തിന് സമാനം. പുരിയിലുള്ളതുപോലെ പ്രധാന പ്രതിഷ്ഠ ജഗന്നാഥൻ. ബലഭദ്രയും സുഭദ്രയും മഹാലക്ഷ്മിയും ഉപദേവതമാർ. അതും പുരിയുടെ അതേ മാതൃകയിൽ. നിർമ്മിച്ചത് സർക്കാർ സ്ഥാപനമായ വെസ്റ്റ് ബംഗാൾ ഹൗസിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കം പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പുറപ്പെടുവിച്ച ഏതാനും ഉത്തരവുകളാണ്. പുരിയുമായി ബന്ധപ്പെട്ട പുരോഹിതരും കഴകക്കാരും ബംഗാളിലെ ക്ഷേത്രവുമായി സഹകരിക്കരുത് എന്നായിരുന്നു ഉത്തരവ്. പുരിയിൽ നിന്ന് 350 കിലോമീറ്റർ മാത്രം അകലെയാണ് പുതിയ ക്ഷേത്രം. 8 മണിക്കൂർ യാത്ര കൊണ്ട് എത്തിച്ചേരാമെന്നതിനാൽ പുരിയുമായി ബന്ധപ്പെട്ടവർ ബംഗാളിലെ ജഗന്നാഥ ക്ഷേത്രവുമായി സഹകരിക്കാനുള്ള സാധ്യത കൂടുതലായിരുന്നു. വിലക്കിയത് ക്ഷേത്രസമിതിയാണെങ്കിലും പിന്നിൽ BJP ആണെന്ന് തൃണമൂൽ കോൺഗ്രസ് പറയുന്നു. പുരിയിൽ ജഗന്നാഥന് ദിവസവും പട്ടൊരുക്കുന്ന പുഷ്പാലക നിയോഗക്കാരോടും മറ്റ് സേവനങ്ങൾ ചെയ്യുന്ന മഹാസ്വര നിയോഗക്കാരോടുമാണ് പുതിയ ക്ഷേത്രവുമായി സഹകരിക്കരുത് എന്ന് ആദ്യം ആവശ്യപ്പെട്ടത്. പുരിയുടെ അതേ പ്രാധാന്യം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി കഴകക്കാരെയും പുരോഹിതരെയും കൊണ്ടുവരാൻ നീക്കം നടന്നപ്പോഴായിരുന്നു ഉത്തരവ്. പശ്ചിമ ബംഗാളിലെ പുതിയ ക്ഷേത്രം BJPയെ രാഷ്ട്രീയമായി തന്നെ വിരളി പിടിപ്പിക്കുന്നുമുണ്ട്. ആദ്യം അധികാരത്തിലെത്തുമ്പോൾ CPIM ശക്തി കേന്ദ്രങ്ങളിലെ വോട്ട് ചോർത്തിയാണ് മമത ജയിച്ചത്. അതിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം വോട്ടുകളായിരുന്നു. ഹിന്ദു വോട്ടുകൾ BJPയിലും കോൺഗ്രസിലും വിഘടിച്ചു പോകുന്നതായിരുന്നു രീതി. ക്രമേണ CPIM ദുർബലമാവുകയും പിന്നാക്ക വോട്ടുകൾ കൂടി തൃണമൂലിന്റെ പെട്ടിയിലെത്തുകയും ചെയ്തു. മമതയുടെ പദ്ധതികളും പരിപാടികളുമെല്ലാം അതിനാൽ തന്നെ മുസ്ലിം, മറ്റ് പിന്നോക്ക വോട്ടുകൾ എന്നിവ ലക്ഷ്യം വെച്ചായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP അഭൂതപൂർവമായ വളർച്ചയാണ് പശ്ചിമ ബംഗാളിൽ നേടിയത്. അതാണ് മമതയെ വഴിമാറി നടത്തിയതിന് പ്രേരിപ്പിച്ചു. പുരി ക്ഷേത്രം മാത്രമല്ല, അയോധ്യയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ വരവും അനുകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജി. അയോധ്യയിലേക്ക് പ്രധാനമന്ത്രി വന്നത് എങ്ങനെയായിരുന്നോ അതേ മാതൃകയിലാണ് ദിഘയിലെ പുതിയ പുരിയിലേക്ക് മമതാ ബാനർജി വന്നത്. പ്രധാനമന്ത്രി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയെങ്കിൽ പുതിയ പുരിയിൽ മുഖ്യമന്ത്രി മമത ആരതിയൊഴിഞ്ഞു. ഹവനം നടത്തി, പുഷ്പങ്ങളും അർപ്പിച്ചു. രാഷ്ട്രീയമായി മാത്രമല്ല, വൈദിക കർമ്മങ്ങളെ കൂടിയാണ് മുഖ്യമന്ത്രി മമത മാറ്റിമറിച്ചത്. അയോധ്യയ്ക്ക് മുൻപ് തന്ത്രിമാർ മാത്രമാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. താന്ത്രിക വിദ്യകൾ ചെയ്തിട്ടില്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ അത് ചെയ്തു. അതൊരു രാഷ്ട്രീയ നീക്കമാണെങ്കിൽ ദിഘയിലേതും രാഷ്ട്രീയ നീക്കമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് മമതാ ബാനർജി. പുരോഹിതർക്കും കഴകക്കാർക്കും വിലക്കേർപ്പെടുത്താൻ കാരണമുണ്ട്. പുതിയ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പുരിയിലെ മുഖ്യ ദൈതാപതിമാരിൽ ഒരാളായ രാമകൃഷ്ണ ദാസ് മോഹപത്ര പങ്കെടുത്തു. ശ്രീകൃഷ്ണ ബോധധാര സൊസൈറ്റിയുടെ പങ്കാളിത്തവും ശ്രദ്ധേയമായി. പുതിയ ക്ഷേത്രത്തിൽ ഹിന്ദുക്കളല്ലാത്തവർക്കും വിദേശികൾക്കും പ്രവേശനം അനുവദിക്കും എന്ന പ്രഖ്യാപനമാണ് ഏറെ ചർച്ചയാകുന്നത്. പുരി ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനം. പുരിയിൽ എന്നതുപോലെ ജഗന്നാഥ ധാം എന്ന പേര് ഉപയോഗിക്കുന്നതിലാണ് ഏറ്റവും വലിയ പ്രതിഷേധം. ഹിന്ദുയിസത്തിൽ 4 ധാമുകളെ ഉള്ളൂവെന്നും 5ാമതൊരെണ്ണം അനുവദിക്കില്ല എന്നുമാണ് വാദം. പുരി, ബദ്രിനാഥ്, ദ്വാരക, രാമേശ്വരം എന്നിവയാണ് നിലവിലുള്ള 4 ധാമുകൾ. പുരി ക്ഷേത്രത്തെ മാതൃകയാക്കി നിർമ്മിച്ചു എന്നതുകൊണ്ട് മാത്രം
ധാം എന്ന പേര് നൽകാനാവില്ല എന്നാണ് BJP പറയുന്നത്. മൗലികവാദക്കാർ എതിർക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. ജഗന്നാഥനെ ശിലയിൽ ആരാധിക്കുന്നതാണത്. ജഗന്നാഥൻ ദാരുബ്രഹ്മമാണെന്നും ദാരു എന്നാൽ മരമാണെന്നുമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മരത്തിൽ നിർമ്മിക്കുന്ന വിഗ്രഹത്തിൽ വേണം ജഗന്നാഥനെ ആരാധിക്കാനെന്നാണ് ഇപ്പോൾ ഉയർത്തുന്ന തടസ്സവാദം. ദിഘയിൽ ജഗന്നാഥ വിഗ്രഹം നിർമ്മിച്ചത് കല്ലിലാണ്. ഒഡീഷയിലെ മാതൃകയിൽ ജഗന്നാഥ ക്ഷേത്രം നിർമ്മിച്ചതിനു പിന്നിൽ മറ്റു ചില കാരണങ്ങളുമുണ്ട്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ തീർത്ഥാടകരിൽ 15% പശ്ചിമ ബംഗാളിൽ നിന്നുള്ളവരാണ്. കഴിഞ്ഞ വർഷം പുരി സന്ദർശിച്ച 97 ലക്ഷം തീർത്ഥാടകരിൽ 14 ലക്ഷവും പശ്ചിമ ബംഗാളിൽ നിന്നായിരുന്നു. ആ വലിയ എണ്ണം മുന്നിൽ കണ്ടാണ് ജഗന്നാഥ ക്ഷേത്രം ബംഗാളിൽ തന്നെ നിർമ്മിച്ചത്. രാഷ്ട്രീയം മതത്തിലും മതം രാഷ്ട്രീയത്തിലും ഇടപെടരുത് എന്ന് പറയും. പക്ഷേ രാഷ്ട്രീയം ക്ഷേത്രം തന്നെ നിർമ്മിക്കുന്ന കാഴ്ചയാണ് ദിഘയിൽ കണ്ടത്. അയോധ്യയിലെ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രിയാണ്. എന്നാൽ നിർമ്മിച്ചത് സർക്കാർ ആയിരുന്നില്ല. ഇതിനായി രൂപീകരിച്ച സമിതി വിശ്വാസികളിൽ നിന്ന് പണം പിരിക്കുകയായിരുന്നു. പുരിയിൽ സർക്കാർ തന്നെയാണ് ക്ഷേത്രം പണിതത്. ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി. ശ്രീനാരായണ ഗുരു കേരളത്തിലെ സാമൂഹിക ക്രമത്തിൽ മാറ്റം വരുത്തിയ പ്രതിഷ്ഠ നടത്തി. അതുപോലെ മമതാ ബാനർജി ബംഗാളിലെ രാഷ്ട്രീയ ക്രമത്തിലാണ് ജഗന്നാഥ പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രം നിർമ്മിക്കുന്നവർ BJP-ക്കാർ മാത്രമല്ല എന്ന് തെളിയിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. ഇതാണോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുള്ള മറുപടി എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. ക്ഷേത്രം നിർമ്മിക്കേണ്ടത് സർക്കാരാണോ എന്ന് ചോദിച്ചാലും അല്ല എന്ന് തന്നെയാണ് ഉത്തരം. ക്ഷേത്രം തുറക്കേണ്ടത് മുഖ്യമന്ത്രിയാണോ എന്ന് ചോദിച്ചാൽ അതിനും അല്ല എന്നാണ് ഉത്തരം. എന്നാൽ അയോധ്യയിൽ പ്രധാനമന്ത്രി ചെയ്തത് ദിഘയിൽ മുഖ്യമന്ത്രിക്കും ചെയ്യാമെന്നാണ് മമതാ ബാനർജി പറഞ്ഞു വെക്കുന്നത്. നമസ്കാരം.